ഹലോ ഗായ്സ്, നമുക്കിന്ന് സർവ്വമായെക്കുറിച്ച് സംസാരിക്കാം. അതിൽ ഇന്ന് നമുക്ക് പ്രബന്ധുവിനെ എടുക്കാം. പ്രബന്ധുവിന് അതിൽ 2 ട്രോമകൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി നിരീശ്വരവാദിയായി മാറുന്നു. അതായത് ഒരു നമ്പൂതിരിയൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് അച്ഛനൊക്കെ ശബരിമല പോലുള്ള അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്തിരുന്ന ഒരാളുടെ മകനാണ്. അയാൾ എങ്ങനെ നിരീശ്വരവാദിയായി എന്നുള്ളതൊരു സംഭവം. 2, അച്ഛനും മകനും തമ്മിൽ മിണ്ടാത്ത സംഭവം. അതായത് ഒരു വീട്ടിൽ തന്നെ അവർ കഴിയുന്നുണ്ടെങ്കിലും ഒരു അച്ഛൻ മകൻ തമ്മിലുള്ളൊരു ബന്ധമൊന്നും അവിടെ ഇല്ല. പ്രത്യേകിച്ച് പ്രബന്ധു ഒന്നും ഒട്ടും സംസാരിക്കുന്നില്ല അച്ഛൻ്റെ അടുത്ത്. അതിനും ഒരു ട്രോമയുണ്ട്. അങ്ങനെ 2 മെയിനായിട്ടുള്ള ട്രോമയാണ് ഇവിടെ പ്രബന്ധുവിന് സംഭവിക്കുന്നത്. ഒന്ന്, ഒരു പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ചെറുപ്പം മുതലേ ചെയ്തുകൊണ്ടിരുന്ന പ്രബന്ധുവും സംഭവം നിരീശ്വരവാദിയാവാൻ കാരണം അച്ഛനും ഏട്ടനൊക്കെ പുറത്ത് ഡൽഹിയിൽ ഒരു പൂജയ്ക്ക് വേണ്ടി പോയ സമയത്ത് അമ്മയും പ്രബന്ധു മാത്രം വീട്ടിലുള്ള സമയത്ത് വീടിനകത്ത് തന്നെ ഒരു അമ്പലം പോലെയൊക്കെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ പ്രബന്ധു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും എന്ന് വിചാരിച്ച് ഇത് പൂജ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് പ്രബന്ധു അവിടെ തന്നെ പൂജ ചെയ്യുകയാണ്. പിന്നീട് പൂജ കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് അമ്മ അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. ഒരു പക്ഷേ അപ്പം തന്നെ പ്രബന്ധു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മയെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഒരു ദൈവത്തിന് പൂജ ചെയ്യുന്ന സമയത്ത് പോലും ഒരു ഉൾവിളി ദൈവം പ്രബന്ധുവിന് കൊടുത്തില്ല. കാരണം ഇപ്പോൾ തന്നെ പൊക്കോളൂ എന്നുള്ളൊരു ഉള്ളിലേക്കൊരു ഇത് ദൈവം തന്നില്ല. ആ ഒരു ട്രോമയാണ് പിന്നീട് പ്രബന്ധു നിരീശ്വരവാദിയാവാൻ കാരണം അത്രയും ചെറുപ്പം മുതലേ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ അതും അത്രയും നമുക്കൊരു ആത്മാർത്ഥ സ്നേഹം കൂടുതലൊക്കെ ഉള്ളത് നമ്മളെ പാരൻസിൻ്റെ അടുത്തായിരിക്കില്ല. ആ പാരൻസിനൊരു അപകടം സംഭവിച്ചപ്പോൾ ആ സമയത്ത് ദൈവം കനിഞ്ഞില്ല. ആ ഒരു ഇതുകൊണ്ടാണ് പ്രബന്ധു പിന്നീട് നിരീശ്വരവാദിയാകുന്നത്. പിന്നീട് നമ്മുടെ ഡെലൂലു ഒക്കെ വന്നതിന് ശേഷം പിന്നീട് ആളാകെ മാറുന്നുണ്ട്. കുറേയൊക്കെ പ്രബന്ധുവിൻ്റെ ട്രോമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഫ്രണ്ട് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നേ അച്ഛനുമായിട്ടുള്ള തെറ്റൊക്കെ എന്നേ അത് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഡെലൂലു വന്നത് കുറേ സംസാരിച്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നീട് നിരീശ്വരവാദി ആയിരുന്ന പ്രബന്ധു പിന്നീട് ഈശ്വരനിലേക്കൊക്കെ അർപ്പിക്കാൻ തുടങ്ങുന്നത്. പിന്നീടുള്ളൊരു ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മകനും മിണ്ടാത്തത് കേസാണ്. അത് ഈ അമ്മ മരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡോഗ് ഉണ്ടല്ലോ, ആ ഡോഗിനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവസാന നിമിഷം ആ ഒരു നിമിഷം ഇനി അമ്മേനെ കാണാൻ കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ആ ഡോഗിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മനെ. അപ്പോൾ ആ അമ്മനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഭയങ്കര കൊരയായിരുന്നു ആ ഡോഗ്. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര സൗണ്ടും ഇതൊക്കെ കാണിച്ചപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അച്ഛൻ 2 പേരും ഇവിടെ നിന്ന് പൊക്കോണം പുറത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വല്ലാണ്ട് വിഷമമായി നമ്മുടെ പ്രബന്ധുവിന്. കാരണം അവസാനമായിട്ട് അമ്മയുടെ അടുത്ത് ഇരിക്കാനുള്ള ആ നിമിഷം അച്ഛൻ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ട്രോമ ആയിട്ട് തന്നെ ആയിരുന്നു പ്രബന്ധു കൊണ്ടുവന്നായിരുന്നു. പക്ഷെ നമ്മൾ ഡെലൂലു വന്നതിന് ശേഷം ഡെലൂലു പറയുന്നുണ്ട് എന്തായാലും തൻ്റെ അച്ഛനല്ലേ, എന്തിനാണ് ഇത്ര ഈഗോ കാണിച്ച് നിൽക്കുന്നത്, നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളോട് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മിണ്ടിയാൽ അതവിടെ തീരില്ലേ, ഒരു പക്ഷേ മിണ്ടാതെ നടക്കുന്നതായിരിക്കും മിണ്ടുന്നതിനേക്കാൾ നമുക്ക് പ്രയാസം തോന്നുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അച്ഛനോടും മിണ്ടുന്നൊക്കെ ഉണ്ട് പ്രബന്ധു. എന്തായാലും നമ്മുടെ ഡെലൂലു എന്നൊരു ക്യാരക്ടർ ഇതിലുണ്ട്. അത് പ്യുവർ ജെമ്മാന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പ്രേതത്തോട് ഇത്രയും നമുക്ക് ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നത് ആകെ ഈ ഒരു സിനിമയിൽ കേട്ടോ.